Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Prayer പറഞ്ഞോ കേട്ടോ. പ്രയർ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. താങ്ക് യു. Sannim thought of the day. Thought of the day. The only way to do great work is to love what you do. Steve Jobs. This quote reminds us that when we truly love our work, we naturally put more effort and creativity into it. Passion gives us energy to overcome challenges and continue learning. That means success is not only about talent but also about enjoying what we do and giving our best. Thank you all. Have a nice day. Good afternoon, ma'am. Good afternoon, dear friends. ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാട്ടോ. അതായത് ഈ കഥ ചിലപ്പോ ഒരു എന്താണ് കേൾക്കുമ്പോൾ ഒരു യഥാർത്ഥ കഥയൊന്നുമല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ടോ? അത്തരം ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. ഒരു പച്ചക്കറി തോട്ടത്തില് 4 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു പച്ചമുളക്. 4 പേരും നല്ല സൗഹൃദത്തിലായിരുന്നു. ഓക്കെ. അങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം അതുവഴിയെ ഒരു വീട്ടമ്മ പോയപ്പോൾ അവരെ കണ്ടു. അവർക്ക് അന്ന് കറിക്കരിയാൻ ഒരു ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു. അങ്ങനെ ആ അമ്മ ഒരു ഉരുളക്കിഴങ്ങിനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയി കത്തി വെച്ച് കട്ട് ചെയ്തു. അത് കാണുമ്പോ മറ്റുള്ള 3 പേർക്കും വളരെ സങ്കടമായി. അവര് കരയാൻ തുടങ്ങി. തങ്ങളുടെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടതോർത്ത് അവർക്ക് കരച്ചിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് ആ വീട്ടമ്മ ഒരു തക്കാളിക്ക് ആവശ്യം വന്നു. അങ്ങനെ ആ പച്ചക്കറി തോട്ടത്തിൽ വന്നു തക്കാളി പൊട്ടിച്ചെടുത്തു. അപ്പോ ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിക്കും പച്ചമുളകിനും ഭയങ്കര വിഷമമായി. എന്തേ? തന്റെ കൂട്ടുകാരനില് ഒരാളെയും കൂടെ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് പച്ചമുളകിനെയും വേണ്ടി വന്നു. അങ്ങനെ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് വീട്ടമ്മ പച്ചക്കറി തോട്ടത്തിൽ വന്നു. പച്ചമുളകും പൊട്ടിച്ചെടുത്തോണ്ട് പോയി. അപ്പൊ പാവ ഉള്ളിക്കുട്ടൻ തനിയായില്ലേ. അപ്പൊ ഉള്ളിക്ക് എന്താണ്? വളരെ വിഷമമായി. അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഇരുന്നപ്പോ അവൻ പറഞ്ഞു, എന്റെ കൂട്ടുകാരെല്ലാം നഷ്ടമായി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോ ആ വീട്ടമ്മയ്ക്ക് ആരെയും ആവശ്യം വന്നു? ഉള്ളിയെ ആവശ്യം വന്നു.
അങ്ങനെ നോക്കിയപ്പോ ഉള്ളിക്കുട്ടൻ വിചാരിച്ചു, എന്തായാലും എന്നെ ആവശ്യം വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ എന്നെ പൊട്ടിച്ചെടുത്ത് അരിയുമ്പോ എന്താണ്, കരയാൻ ആരുമില്ല. അല്ലെ? ഉള്ളിക്കുട്ടന്റെ കൂട്ടുകാരെ എല്ലാം നേരത്തെ ആ വീട്ടമ്മ പറിച്ചോണ്ട് പോയില്ലേ? അപ്പൊ പിന്നെ ഉള്ളിക്കുട്ടൻ ഒറ്റയ്ക്കല്ലേ? ഉള്ളിക്കുട്ടനെ കൊണ്ടുപോയപ്പോ കരയാൻ ആരുമില്ല. ഉള്ളിക്കുട്ടൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എന്റെ കൂട്ടുകാരെ കൊണ്ടുപോയപ്പോൾ കരയാൻ ഞാനുണ്ടായിരുന്നു. എന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ ഓർത്ത് കരയാൻ ആരുമില്ല എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട മകനെ, നിന്നെ അരിയുമ്പോൾ അരിയുന്ന മനുഷ്യര് തന്നെ കരഞ്ഞോളൂ. അങ്ങനെയുള്ള ഒരു വരമാണ് ഉള്ളിക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പോ എന്താണ്, നമ്മൾ എല്ലാരും ഉള്ളി അരിയുമ്പോൾ എന്താണ്, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ലേ? അപ്പൊ എന്താണത്? നമ്മുടെ ദൈവം കൊടുത്ത ഒരു വരമാണ് ഉള്ളിക്ക്. എല്ലാരും ഉള്ളിയെ അരിയുമ്പോൾ എന്താണ്, കരയട്ടെ എന്നുള്ളത്. അങ്ങനെ ആരുമില്ലാത്തവർക്ക് എപ്പോഴും ആര് കൂടെ ഉണ്ടാകും? ദൈവം കൂടെ ഉണ്ടാവും. ഇതൊരു കുഞ്ഞു കഥയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഇപ്പോ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ തലമുറയില് ദൈവവിശ്വാസമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. കാരണം അവർക്ക് പണ്ടുള്ള സമയത്ത് നമ്മൾ സന്ധ്യാനേരത്ത് നാമം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ വന്നിരിക്കും അല്ലെ? വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോ അത് ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരും. ഇന്നത്തെ വീട്ടിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും അങ്ങനെ വന്നിരിക്കുന്നത്? അപ്പോ നമ്മള് അമ്മമാരായ നമ്മളും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവുന്ന നമ്മള് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചില നല്ല ഇതുകൂടെ പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, നമ്മളുടെ ആപത്തിൽ രക്ഷിക്കാൻ. അത് ഏത് രൂപത്തിലും ആയിക്കോട്ടെ, ചിലപ്പോൾ മനുഷ്യരുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അദൃശ്യ ശക്തിയായിട്ടായിരിക്കാം. അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഇതൊരു കുഞ്ഞു കഥയാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സൈൻ ഇൻ ബൈ ഗോപിക എസ് നായർ. Okay. Let's welcome to our new session. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒബ്സർവേഷൻസ് ആയിരുന്നു, ഡിസ്കവറീസ് ആയിരുന്നു പറഞ്ഞത് അല്ലെ? മോണ്ടിസോറി ഡിസ്കവറീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1 പേജ് നമ്പർ 83 കേട്ടോ. പേജ് നമ്പർ 83 ആണ്. ഇതില് എവിടെ വരെ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? അതിൽ ലവ് റെപ്പിറ്റേഷൻ വരെ പറഞ്ഞു മിസ്സേ. ലവ് റെപ്പിറ്റേഷൻ ഇല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഡിസ്കവറി ആയിരുന്നു ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി ശ്രദ്ധയിൽ വന്ന കേട്ടോ. ഓക്കെ, മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ മോണ്ടിസോറി ക്യാരക്ടർ കുട്ടികളുടെ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന് ഓർഡർ, ഒരു പ്രത്യേക ഒരു ഓർഡർ ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേക ഒരു ഓർഡർ ഉണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിന്, അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ആരാണ് കീപ്പ് ചെയ്യുന്നത്? നമ്മൾ ടീച്ചേഴ്സ് ആണോ, ഫെസിലിറ്റേറ്റേഴ്സ് ആണോ? അല്ലല്ലോ, കുട്ടികൾ തന്നെയാണ്. ആ ഒരു ഓർഡർ മോണ്ടിസോറി അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് കുട്ടികൾ തന്നെയാണ്. എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ആദ്യമൊക്കെ ആദ്യം നമ്മൾ കാച്ചാതി ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മരിയ മോണ്ടിസോറി പിന്നെ മരിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റും ആണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഈ മെറ്റീരിയൽസ് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ക്ലാസ് കഴിയുമ്പോൾ എൻഡ് ആകുമ്പോൾ ഈ മെറ്റീരിയൽസ് എന്തെങ്കിലും കളക്ട് ചെയ്ത് തിരിച്ചു വയ്ക്കും. ഇതായിരുന്നു കണ്ടിന്യൂസ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ അസിസ്റ്റന്റ് എന്ത് ചെയ്യാൻ മറന്നുപോയി, ഈ മെറ്റീരിയൽസ് കൂട്ടി വെക്കുമായിരുന്നു, ഷെൽഫിൽ ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ലോക്ക് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് എന്ത് ചെയ്തു? മറന്നുപോയിട്ടോ. മറന്നുപോയി. പിറ്റേ ദിവസം കുട്ടികൾ വന്നു, മരിയ മോണ്ടിസോറി വന്നു. കുട്ടികൾ നോക്കുമ്പോൾ എന്താണ്, ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തു വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഈ അസിസ്റ്റന്റ് ലേറ്റ് ആയിട്ട് വന്നു. അപ്പോ ലേറ്റ് ആയിട്ട് വന്നിട്ട് ആ അസിസ്റ്റന്റ് എന്ത് ചെയ്തു? ബാക്കിയുള്ള കുട്ടികളോട് വളരെയധികം എന്ത് ചെയ്തു? ചൂടായിട്ട് തന്നെ സംസാരിച്ചു. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച? എന്റെ മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്തു? സ്റ്റീൽ ചെയ്തോ, കട്ടെടുത്തോ എന്നുള്ള രീതിയിൽ പെരുമാറി. അപ്പോ മരിയ മോണ്ടിസോറി എന്താ ചെയ്തേ?
മോണ്ടിസോറി അസിസ്റ്റൻസിനെ വഴക്ക് പറഞ്ഞില്ല, കുട്ടികളെയും ഒന്നും പറഞ്ഞില്ല. കാരണം കുട്ടികൾ ചെയ്തത് കറക്റ്റ് അല്ലേ. അവർ ആ മെറ്റീരിയൽസ് ആയിട്ട് അവർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പഠിച്ചു. കറക്റ്റ് മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതാണ്, ആ ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ മുൻപേ കൊടുക്കേണ്ടതായിരുന്നു അല്ലെ. ആ ഫ്രീഡം ഓഫ് ചോയ്സ് അത് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന മോണ്ടിസോറി സ്കൂളുകളിൽ ഓപ്പൺ ഷെൽഫുകളായിരിക്കും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഓപ്പൺ ഷെൽഫുകൾ. അതേപോലെ തന്നെ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഷെൽഫുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് മോണ്ടിസോറി സ്കൂളുകളിൽ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ, അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളാണ്. ഓപ്പൺ ഷെൽഫ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെൽഫുകളാണ്. പണ്ട് ഇങ്ങനെയുള്ള ഷെൽഫുകളായിരുന്നു, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ലോക്കൊക്കെ ചെയ്യുന്ന ഷെൽഫുകളായിരുന്നു. ഈ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ആദ്യം മുതലേ ഈ കുട്ടികൾ ടീച്ചർ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും, നമുക്ക് കുഞ്ഞു കുട്ടികളാവുമ്പോൾ ടീച്ചറിന് പുറകെ ഇങ്ങനെ നടക്കുമല്ലേ, എന്ത് പറഞ്ഞു ആ ടീച്ചറിന്റെ ഒരു വാലായിട്ട് നമ്മൾ നടക്കും കുഞ്ഞു പിള്ളേര്. അതേപോലെ തന്നെ ഇവരത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചർ പോയി ആ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും അത് കൊണ്ട് കൊടുക്കുന്നതും തിരിച്ചു വെക്കാൻ പോകുമ്പോ ടീച്ചറിന്റെ പുറകെ പോകുന്നതും ഇതെല്ലാം ആരും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ കുട്ടികളെ കൊണ്ട് തന്നെ മോണ്ടിസോറി എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു എൻവയോൺമെന്റിലെ ഓർഡർ ആരെ കൊണ്ട് തന്നെ, കുട്ടികളെ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് തുടങ്ങി, മോണ്ടിസോറി തുടങ്ങി. അതിന്റെ ഫലമായിട്ട്, അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഡെറൈവ് ചെയ്തത്. അതേപോലെ ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഇല്ലേ, കാസറി ബാബയില് മോണ്ടിസോറി അസിസ്റ്റന്റ്, പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം, എന്റെ വായുടെ തുമ്പത്തുണ്ട്, പേര് അങ്ങോട്ട് കിട്ടുന്നില്ല. ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആവില്ല, അതേപോലെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ചില സമയത്ത് അങ്ങനെ പേര് നമുക്ക് മറന്നു പോകും, ഒരു പ്രത്യേക പേരാ, അതാണ് പ്രശ്നം. ഇത് നോക്കിയിട്ട് പറയാം. അപ്പോ പുള്ളിക്കാർക്ക് വരാനായിട്ട് ലേറ്റ് ആയി, അസിസ്റ്റന്റ് വരാനായിട്ട് എന്ത് ലേറ്റ് ആയി. പക്ഷെ കുട്ടികൾ കറക്റ്റ് ടൈമിൽ വന്നു. കറക്റ്റ് ടൈമിൽ വന്നു. കുട്ടികൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഷെൽഫ് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അവരെന്ത് ചെയ്തു, ഒരു ചോയ്സ് ചെയ്തു, അവർക്ക് ഏതാണ് ഇഷ്ടമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ലേഡി വരുമ്പോൾ കാണുന്ന എന്താണ്, ഈ കുട്ടികൾ എല്ലാവരും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ലേഡിക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ, ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. പക്ഷെ അങ്ങനെ നമ്മൾ കുട്ടികൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നത്. പക്ഷെ ഈ ലേഡി ഷൗട്ട് ചെയ്തിട്ട് മോണ്ടിസോറി അവർ വഴക്കൊന്നും പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കാരണമാണ് മോണ്ടിസോറിക്ക് ഈ ഒരു ഡിസ്കവറി മനസ്സിലാക്കാൻ പറ്റിയത്. ഏത് ഡിസ്കവറി? ഫ്രീഡം ഓഫ് ചോയ്സ്. ഫ്രീഡം ഓഫ് ചോയ്സ് ആരുടെ ഹാൻഡിലുകളിലാണ്? കുട്ടികളുടെ ഹാൻഡിലാണ് ഉള്ളത്. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ആർക്കുണ്ട്? കുട്ടികൾക്ക്. ലവ് ഓഫ് ഓർഡർ, ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഈ ഒരു ഇൻസിഡന്റോട് കൂടി ഡെറൈവ് ചെയ്ത് വന്നതാണ്. നമുക്ക് നോക്കാം. This characteristics of children was detected by chance. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഡിറ്റക്ട് ചെയ്തതാണ്, ഒരു ഇൻസിഡന്റ് ഒബ്സർവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതാണ്. ഇൻ ഏർലി മോണ്ടിസോറി ക്ലാസ്സസ് the teacher dispense the material at the beginning. ഏർലി ടൈംസിലൊക്കെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുമായിരുന്നു? ബിഗിനിങ്ങില് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് കളക്ട് ഇറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. അത് കളക്ട് ചെയ്യുന്നതിലാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. However, Maria Montessori informed that children were following the teacher. മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോ എന്താണ്, കുട്ടികള് ടീച്ചറിന്റെ പുറകെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് തിരിച്ചു വെക്കുമ്പോ ഈ ടീച്ചറിന്റെ പുറകെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആൻഡ് ഒബ്സർവിംഗ് ഹെർ പ്ലേസിംഗ് ദ മെറ്റീരിയൽ ബാക്ക് ഓൺ ദ ഷെൽഫ്. എന്നിട്ട് കുട്ടികൾ നോക്കുന്നുണ്ട് എവിടെയാണ് ടീച്ചർ ആ മെറ്റീരിയൽസ് ഷെൽഫിൽ വെക്കുന്നത് എന്ന് ആര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്? കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ദ ഇവന്റ് മെയ്ഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ചിൽഡ്രൻ നീഡ് ടു പ്ലേസ് ദ മെറ്റീരിയൽസ് ബാക്ക് ദെയർ ഓൺ. കുട്ടികൾക്ക് അവർക്ക് കിട്ടുന്ന മെറ്റീരിയൽ തിരിച്ചു വെക്കാനായിട്ട് നമ്മളെ കുട്ടികളെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കണം എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് മരിയ മോണ്ടിസോറി വന്നത്. ദീസ് ഒബ്സർവേഷൻ ബിക്കം വൺ ഓഫ് ദ പില്ലർ, മെനി പില്ലേഴ്സ് ഓഫ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഇതെല്ലാം നമ്മുടെ പ്രിപ്പയർഡ്
എന്ത് ചെയ്തപ്പോ എന്റെ മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തപ്പോ അതിന്റെ ഓരോ പില്ലർ ആയിട്ട് എന്ത് മാറി, ലവ് ഓഫ് ഓർഡർ മാറി. ലവ് ഓഫ് ഓർഡറിന്റെ ബേസിലാണ് ഇന്നും മോണ്ടിസോറി സ്കൂളുകളിൽ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആര് തന്നെയാണ്, നമ്മളുടെ കുട്ടികൾ തന്നെയാണ്. നമ്മൾ അവിടെ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്. ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും അതേപോലെ അത് വർക്ക് ചെയ്യാനും ആ വർക്ക് ചെയ്ത മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കാ കൊടുക്കുന്നേ, നമ്മുടെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നത്. ആദ്യം ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം അറിയണമെന്നില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ആദ്യം ആ കുട്ടികൾ ചിലപ്പോൾ ടേബിളിൽ ഇട്ടിട്ട് പോകുക, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന സ്ഥലത്ത് ഈ മെറ്റീരിയൽ വേസ്റ്റ് പോകും. അപ്പൊ നമ്മൾ ഫെസിലിറ്റേഴ്സ് നമ്മൾ അതെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നീട് അവർ റിപ്പീറ്റിൽ അവർ കാണാണ് കുട്ടികൾ വർക്ക് ചെയ്യുന്നതും ആ വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കുട്ടികൾ വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്ത മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതും അവൻ കാണാണ്. അപ്പൊ അവന് മനസ്സിലാവും, ഓ ഈ മെറ്റീരിയൽസ് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, എനിക്കാണ്, ഞാനാണ് ആ മെറ്റീരിയൽസ് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, അതെന്റെ ഉത്തരവാദിത്തമാണ് ഐഡന്റിഫൈ ചെയ്യും. അവൻ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഇഴുകിച്ചേരുകയും ചെയ്യും. ഓക്കെ, ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഒബ്സർവേഷൻ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു എന്താണ് ഒബ്സർവേഷൻ ആണ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഇൻസിഡന്റ് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നത് കേട്ടോ. Again, this discovery happened so unexpectedly. ഈ ഒരു ഇൻസിഡന്റും നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യമാണ്. The teacher of the school had forgotten to lock the shelf before going home. Arrival late the next morning. അപ്പോ അവര് സ്കൂളിൽ പോയിട്ട് പോയ സമയത്ത് ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയി. നെക്സ്റ്റ് ഡേ അവര് വന്നപ്പോ ലേറ്റ് ആയിട്ടാണ് വന്നത്. സോ കുട്ടികൾ കറക്റ്റ് ടൈമിൽ വന്നു, മോണ്ടിസോറി കറക്റ്റ് ടൈമിൽ വന്നു. കുട്ടികൾ വരുമ്പോൾ കാണുന്ന എന്താണ്, ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്തു, അവർക്ക് ഫ്രീഡം ഓഫ് ലവ് ഓഫ് ഓർഡർ ഉണ്ട്, കറക്റ്റ് ആയിട്ട് അവർ വീട്ടിലേക്ക് ഇവിടെ വെച്ചെന്നറിയാം. സോ അവർ ആ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അവർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഈ ലേഡി ലേറ്റ് ആയിട്ട് വരുമ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, കുട്ടികൾ വർക്ക് ചെയ്താണ്. സോ ഷീസ് അപ്സെറ്റ്, ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി, ഭയങ്കര ദേഷ്യം വന്ന കുട്ടികളോട്. അവര് എന്ത് ചെയ്തു, സ്റ്റീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ഒക്കെ ചെയ്തു. പക്ഷെ മോണ്ടിസോറി രണ്ട് കൂട്ടരെയും വഴക്ക് പറഞ്ഞില്ല, ലേഡീനെ വഴക്ക് പറയില്ല, കുട്ടികളെയും വഴക്ക് പറയില്ല. മോണ്ടിസോറി പറഞ്ഞത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഈ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മുടെ കുട്ടികളുടെ ഹാൻഡിലേക്ക് കൊടുക്കേണ്ടത് നേരത്തെ ആയിരുന്നു. അതാണ് എനിക്ക് ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് മനസ്സിലായത് എന്ന് മോണ്ടിസോറി മനസ്സിലാക്കുകയാണ് ചെയ്തത്. The teacher of the school had forgotten to lock the shelf before going home. Arrival late the next morning, she found that the children had already started to work on the materials. അപ്പോ ആ ലേഡി വരുമ്പോ എന്താ കാണുന്നത്, കുട്ടികൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. The teacher was upset. ടീച്ചർ കണ്ടപ്പോൾ തന്നെ അത് അപ്സെറ്റ് ആയി. ഞാൻ പറഞ്ഞ പോലെ വഴക്കൊക്കെ പറഞ്ഞു. മോണ്ടിസോറി however so deeper motives of this children. മോണ്ടിസോറി ശ്രദ്ധിച്ചെന്താണ്, ഈ കുട്ടികളുടെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്. കാരണം അവര് ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കോ അല്ലെങ്കിൽ ബഹളത്തിക്കോ അങ്ങനെ ഒന്നല്ല ചെയ്ത് അവരവരുടെ വർക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്തു, അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. They were in the position to able to select the material in preference to others. അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ കുട്ടികൾ ഉയർന്നിട്ടുണ്ട് എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. This event become the milestone in മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് ഈ ഒരു ഇൻസിഡന്റ് ഇന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ആണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ഡിസ്കവറി വിച്ച് came first and the method follow after. സാധാരണ എല്ലായിടത്തും എങ്ങനെയാണ്, മെത്തേഡിനെയാണ് നമ്മൾ ഫോളോ ചെയ്യാം, മെത്തേഡ് പിന്നെ അതിനെ ഫോളോ ചെയ്യും. പക്ഷെ നമ്മുടെ മോണ്ടിസോറിയിലെ പ്രശ്നം എന്താ പറയാ, ഡിസ്കവറി വന്നതിന് ശേഷം മെത്തേഡ് ആ ഡിസ്കവറിനെ ഫോളോ ചെയ്യണം. ഇപ്പോ നമ്മള് ചില ആ മെത്തേഡിനെ ഫോളോ ചെയ്യുന്നതല്ല, മോണ്ടിസോറി ഒബ്സർവേഷൻസിന് അല്ലെങ്കിൽ മോണ്ടിസോറി കാസ ദി ബാബിനി എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ആ കുട്ടികളെ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ട് കുറെ കാര്യങ്ങൾ മോണ്ടിസോറി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആ തീസിസ്, ആ പ്രിൻസിപ്പിൾസിനെയാണ് ഇന്നും നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇന്നും മോണ്ടിസോറി മെത്തേഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും മെറ്റീരിയൽസിന്റെ കാര്യത്തിലൊക്കെ വളരെ ചേഞ്ചസ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ, മെറ്റീരിയൽസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, നമുക്ക് അത് ചേഞ്ചസ് വരുന്നുണ്ട്. അത് ആ മെത്തേഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് നമ്മൾ പറഞ്ഞ ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സും. എന്താണ് ലവ് ഓഫ് ഓർഡർ, എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് മനസ്സിലായോ മനസ്സിലായി മാം. എല്ലാവർക്കും? ഓക്കെ, ഒന്ന് രണ്ടും റീഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ? 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ? ലവ് ഓഫ് ഓർഡറും ഫ്രീഡം ഓഫ് ചോയ്സ് റീഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഡിസ്കവറിയിലേക്കാണ് നമ്മൾ മൂവ് ആവുന്നത്. ലവ് ഓഫ് വർക്ക്. ഇതും ഒരു ഇൻസിഡന്റിന്റെ ഫലമായിട്ട് മോണ്ടിസോറി കാസർഗോഡ് ബാബനിലെ കുട്ടികളിൽ നടത്തിയ ഒരു പരീക്ഷണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഇൻസിഡന്റ് ആയിരുന്നു, ഒരു സംഭവമായിരുന്നു. അതിന്റെ ഫലമായിട്ട് മോണ്ടിസോറി മനസ്സിലാക്കിയ നെക്സ്റ്റ് ഡിസ്കവറി ആണ് ലവ് ഓഫ് വർക്ക് കേട്ടോ. കുട്ടികൾ, മോണ്ടിസോറി പറയുന്നത് കുട്ടികള് വർക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, കളിക്കാനേക്കാൾ കൂടുതലും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. കാരണം ഒരു പ്രാവശ്യം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട് കുറച്ച് ടോയ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. മോണ്ടിസോറി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോയ്സും നമ്മുടെ മെറ്റീരിയൽസും ഒരുമിച്ച് വെച്ചു, ഒരു സ്ഥലത്ത് തന്നെ വെച്ചു. കുട്ടികള് ഈ ടോയ്സ് എടുക്കാതെ എന്ത് തന്നെ പ്രിഫർ ചെയ്തു, വർക്ക് മെറ്റീരിയൽസ് ആണ് പ്രിഫർ ചെയ്തത്. യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് കുട്ടികൾ എന്ത് ചെയ്തത്, പ്രിഫറൻസ് കൊടുത്തത്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങള് മോണ്ടിസോറി മെറ്റീരിയൽസ് വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്? മിസ്സേ മറ്റേ നമ്പർ വീല്, പിക്ചർ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ടച്ച് ടാബ്ലറ്റ്, കളർ ടാബ്ലറ്റ്, പിങ്ക് കവർ ചെയ്തിട്ടുണ്ടോ? പിങ്ക് കവർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ മിസ്സേ, ചെയ്തില്ല. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ സാധാരണ എടുക്കാറ് പിങ്ക് കവർ ആണ് ഉണ്ടാവും. പിങ്ക് കവർ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും പിങ്ക് കവറിനോട്. അപ്പോ നമ്മളുടെ മെറ്റീരിയൽസ് കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം കാണിക്കും ഈ കുട്ടികൾ കേട്ടോ. അപ്പം അങ്ങനെ കാണിക്കുന്ന നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ ടോയ്സിനേക്കാൾ കൂടുതൽ പ്രത്യേക ഇൻട്രസ്റ്റ് എന്തിനോട് ഉണ്ടാവും, നമ്മുടെ മെറ്റീരിയൽസിനോട് ഉണ്ടാവും. അത് ഇനി എന്റെ എക്സ്പീരിയൻസ് പറയാം. ഇനി എന്റെ എക്സ്പീരിയൻസ്, എന്റെ ഓൺ എക്സ്പീരിയൻസ് പറയാം. എന്റെ മോള് ചെറുതായിരുന്ന സമയത്ത്, ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ആ ടൈമിൽ ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കർവ്ഡ് ലൈൻസും കാര്യങ്ങളൊക്കെ, ഒരു മാർക്കറും വേണം, ഒരു കാർഡ് ബോർഡ്, അതിൽ നമുക്ക് ലൈൻസ് എന്ത് ചെയ്യാം, ഡോട്ട് കൊടുത്തിട്ട് ഒരു എന്താണ് സെലോട്ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് അതിന് മുകളിലൂടെ വരയ്ക്കാൻ പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറൈസ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെയുള്ളത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല മിസ്സേ. ഇല്ലേ? ഇല്ല.
ഇതിന് നിങ്ങള് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഇതൊക്കെ. ഒരു മിനിറ്റ്. ഇങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. നോക്കട്ടോ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കാം. കാണുന്നുണ്ടോ? കണ്ടിട്ടില്ല മിസ്സേ. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ചിലപ്പോ അറിയാത്തോണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നോക്കണുണ്ട്. പ്രീ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ കുട്ടികളിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരുത്താൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതൊന്നും കണ്ടിട്ടില്ല? ഇല്ല, ആദ്യമായിട്ടാ. ആണോ? വേണ്ടോ? അത് ലൈൻ, സ്ട്രേറ്റ് ലൈൻ, പിന്നെ റൗണ്ട്, പിന്നെ കർവ്ഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ LKG-ലെ UKG-ലെ ബുക്കിനകത്തൊക്കെ ഇങ്ങനെ അവർക്ക് മുകളിലൂടെ എഴുതാൻ വേണ്ടി ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ അത് ശരിയാണ്. അപ്പൊ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികള് ഏത് ഏജിലുള്ള കുട്ടികളാ? നമുക്ക് 3 to 6 ആവും. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന. ഒരു കാർഡ്ബോർഡ് വീട്ടിൽ എല്ലാവരുടെ വീട്ടിലൊരു കാർഡ്ബോർഡ് ഉണ്ടാവില്ലേ? ഇല്ലേ? എളുപ്പമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ പറയാട്ടോ. ഇതൊന്നും നിങ്ങൾ ചെയ്തോളണം. അടുത്ത ദിവസം തന്നെ എന്തായാലും എല്ലാവരുടെ വീട്ടിലൊരു കാർഡ്ബോർഡിന്റെ പീസ് ഉണ്ടാവും. മാർക്കർ ഉണ്ടോ? സ്കെച്ച് പെനോ മാർക്കറോ എന്തായാലും ഉണ്ട്. സോ സ്കെച്ച് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിന് മുകളിൽ സെല്ലോ ടേപ്പ്, വലിയ സെല്ലോ ടേപ്പ് ആണെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു കർവ്ഡ് ലൈൻ വരയ്ക്കാം. ഇതിങ്ങനെ പോകുന്ന ലൈൻ വരയ്ക്കാം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ വേവ് പോലെ പോവില്ലേ, അത് വരയ്ക്കാം. പിന്നെന്താണ്, സ്ക്വയർ ടൈപ്പ് ലൈൻ വരയ്ക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, സ്ക്വയർ ടൈപ്പ് ലൈൻ വരയ്ക്കാം. അങ്ങനെ പിന്നെ ജസ്റ്റ് റാ മോഡൽ ലൈൻ വരയ്ക്കാം. ഈ മലയാള അക്ഷരങ്ങളൊക്കെ വളച്ച് ഇങ്ങനെ നല്ലൊരു റാ പോലെയൊക്കെ ഉള്ള രീതിയിൽ എഴുതണത് അല്ലെ. പിന്നെ വളഞ്ഞ് നല്ല ഭംഗിയില്. അപ്പൊ അത് കുട്ടികൾ ചെറുപ്പത്തിലേ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ഹാൻഡ് റൈറ്റിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. പ്രീ റൈറ്റിംഗ് സ്കിൽസ് കുട്ടികൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയൽ ഇനി ഞാൻ പറയാം. എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു. പ്രീ റൈറ്റിംഗ് ബോർഡാണ് വാങ്ങിച്ചത്. ബോർഡ് ഇത് ആൽഫബറ്റ്സിന്റെ ഞാൻ വാങ്ങിച്ചത്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആൽഫബറ്റ്സിന്റെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇത് തന്നെയാണ് കർവ്ഡ് ലൈൻസില് ആൽഫബറ്റ്സില്. ഇതാണ് സംഭവം. കാണുന്നുണ്ടോ നിങ്ങള്? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വുഡിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ചെറിയ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അമ്മമാര് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ആൽഫബറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എന്ത് പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്, ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെൻസിൽ പോലെ ഒരു സംഭവം കണ്ടോ? കാണുന്നുണ്ടോ? അത് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ആവും. സോ നമ്മൾ ഈ ആൽഫബറ്റ്സിന്റെ മുകളിലൂടെ ഇങ്ങനെ എഴുതി അവർ ശീലിക്കും. അവർക്ക് നോർമലി പിന്നെ റൈറ്റിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ സ്മോൾ ലെറ്റർ ആണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് സ്മോൾ ലെറ്റർ ആണ് ഇത് നിങ്ങൾ കാണുന്നത്. പിന്നെ കേഴ്സി ലെറ്റേഴ്സിന്റെ ഉണ്ട്. ഇതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റില്ല, മോണ്ടിസോറി അല്ല. ആ ടീച്ചർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോള് ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ ഭയങ്കര മടിയാണ്. ആളിപ്പോ എത്രയാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ ഭയങ്കര മടിയാണ്. കഴിഞ്ഞ വെക്കേഷനാണ് ചോദിച്ചത്. കഴിഞ്ഞ ക്ലോസിംഗില് വെക്കേഷനാണ് ചോദിച്ചത്, മെയിൻ വെക്കേഷന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട് മോണ്ടിസോറിയില്, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്നൊക്കെ പറയും. ആ മെറ്റീരിയൽസ് ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടാ. അപ്പൊ മിസ് പറഞ്ഞു വാങ്ങിക്കാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മിസ് ഹിന്ദി ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു.
ഇതാണ് സംഭവം. മനസ്സിലായോ? ഹിന്ദിയുടെ എല്ലാരും ഉണ്ടായിരുന്നു പറഞ്ഞത് ഈ കൈകായ്ക്ക് കൂടെ ഉള്ള ഒരു ആൽഫബറ്റ്സ് ബോർഡാണ് വാങ്ങിച്ചത്. എന്നിട്ട് ആ കുട്ടിയില് ആദ്യം അറിയില്ലായിരുന്നു, അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി എഴുതുന്നതിലൂടെ ആ കുട്ടിക്ക് ഈ ആൽഫബറ്റ്സിനെ കുറിച്ച് നല്ല ധാരണ കിട്ടും. നന്നായിട്ട് ഈ അക്ഷരങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞു. ഒരു അധികം ദിവസം നിർത്തില്ല, പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന പറഞ്ഞു. ഇതാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. എന്താണ് ഇപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഓക്കെ, ഇനി ഞാൻ എന്റെ മോളുടെ കേസ് പറയാം. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് വാങ്ങിച്ചപ്പോ എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, അവള് ഒരുപാട് ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്ന പോലെ എന്തായാലും അതും കൊണ്ട് കളയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തണമല്ലോ, ആള് ഈ ആൽഫബറ്റ്സ് വന്നൊരു ബോക്സ് ഉണ്ട്, അത്യാവശ്യം ഇത്രയും കനമുള്ള ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ്, ഇത്രയും വീതിയുള്ള കാർഡ്ബോർഡിന്റെ ബോക്സ്. ഇത് വർക്ക് ചെയ്യും, ഇതിരുന്ന് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞ് ആ ബോക്സിലെടുത്ത് മുകളിൽ ടേബിളിൽ വെക്കും. അത് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യിച്ചിട്ടോ ഒന്നുമല്ല. അവളുടെ ഒരു ഇഷ്ടത്തിന് കുറച്ചു നേരം അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നു, അത് കൊണ്ടുവന്ന് ആ ബോക്സിലാക്കി വെക്കുന്നു. ഞാൻ നോക്കിയപ്പോ എന്താണ്, അവൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ കുട്ടികളിൽ അത് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ലവ് ഓഫ് വർക്ക് ആണ്. അവിടെ ഒരുപാട് ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് അവളിൽ ഇൻട്രസ്റ്റ് കണ്ടു. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഞാൻ ഈ കുട്ടി ചെയ്യുന്ന വർക്ക് കണ്ടോ നിങ്ങള്? ഇതൊക്കെ പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യിക്കാവുന്ന വർക്കുകളാണ്. ആദ്യം ടീച്ചേഴ്സ് അക്ഷരങ്ങളൊന്നല്ല ആദ്യം പഠിപ്പിക്കുക. ആദ്യം ഈ ഒരു പ്രീ റൈറ്റിംഗ് സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനാണ് ആദ്യം നോക്കുക കേട്ടോ. നമുക്ക് ലവ് ഓഫ് വർക്കിലേക്ക് വരാം. നിങ്ങളുടെ പോയിന്റ് ലവ് ഓഫ് വർക്കിലേക്ക് വരാം. ആടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ, നമ്മളിപ്പോ ചെയ്യുമ്പോഴേ കാർഡ്ബോർഡിൽ ഇങ്ങനെ കർവ് വരച്ചിട്ട് അതിന്റെ മുകളിൽ സെല്ലോ ടോപ്പ് ഒട്ടിക്കണം അല്ലേ? ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ മാച്ച് കളയാൻ പറ്റൂടാ, റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ പോരെ മിസ്സേ? നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാർക്സ് കളഞ്ഞിട്ട് റൈസ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം അങ്ങനെ ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളത് സെല്ലോ ടൈപ്പ് മുകളിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണ്ടത് എന്താണ് മനസ്സിലായില്ല മിസ്സേ? ഇത് എങ്ങനെയാണ് നമ്മൾ സെല്ലോ ടൈപ്പ് ഒട്ടിക്കേണ്ടത് കാർഡ്ബോർഡില്? എടാ ഇത് കണ്ടു കാർഡ്ബോർഡില്. അപ്പോ ഇതിന് മുകളിലായിട്ട് എന്ത് ചെയ്യാണ്, സെല്ലോ ടേപ്പ് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് വരയ്ക്കാനൊക്കെ പറ്റും. ഇതേപോലെ ചെയ്യാൻ വേണ്ടിട്ടേ പറഞ്ഞുള്ളൂ. പേപ്പർ സെല്ലോ ടേപ്പോ മിസ്സേ? പേപ്പർ സെല്ലോ ടേപ്പോ? പേപ്പർ പോലത്തെ അല്ലടാ, അത്യാവശ്യം നല്ല വർക്കുള്ള സെല്ലോ ടേപ്പ് ഇല്ലേ? കളറില്ലാത്ത മോഡലില്ലേ ഇൻവിസിബിൾ ആ ആയിട്ടുള്ളത്? കളറില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള സെല്ലോ ടേപ്പ്. മനസ്സിലായി മിസ്സേ, മനസ്സിലായി. നമ്മുടെ ഗ്ലാസ് ടൈപ്പ് സെല്ലോ ടേപ്പ്. നമ്മൾ കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്ത അതിന്റെ മുകളിൽ ചോപ്പും കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ തൂത്ത് തുടച്ച് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അല്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതില് ചെയ്തോ. ഞാൻ റീയൂസ് ഇതേപോലത്തെ വലുതുണ്ടാവില്ലേ പ്ലെയിൻ ആയിട്ട് വരുന്നത്, കണ്ടോ? പ്ലെയിൻ ആവുമ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനൊക്കെ പറ്റും. ഇപ്പോ കണ്ടോ, അതിന് മുകളിൽ കൂടെ നമുക്ക് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. ജസ്റ്റ് പ്രീ റൈറ്റിംഗ് ബോർഡ്സിന് വേണ്ടിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞെന്താണ്, ലവ് ഓഫ് വർക്കിലേക്ക് വരാലോ. Dr. Montessori found that children preferred work to play. പ്ലേനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് കുട്ടികൾ കൊടുക്കുന്നത് വർക്കിനാണ് എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. This astonishing revelation came about when Dr. Montessori placed the expensive toys
which were given by their friend in the room with the children. കുട്ടികളുള്ള റൂമില് മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നതിന് അടുത്തായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് മോണ്ടിസോറി പ്ലേസ് ചെയ്തു. ഈ ടോയ്സ് മോണ്ടിസോറിയുടെ ഫ്രണ്ട് മോണ്ടിസോറിക്ക് കൊടുത്തതാണ്, കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. മോണ്ടിസോറി എന്ത് ചെയ്ത് വിചാരിച്ചു, കുട്ടികൾ എന്തായാലും ടോയ്സ് ഒന്നും ഇത് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് ഒന്നും ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. കാസാദി ബാർണിയിലെ കുട്ടികളാണ്, ചിൽഡ്രൻസ് ഫ്രം സ്ലംസ് ഏരിയ, ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇങ്ങനത്തെ ടോയ്സ് ഒന്നും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടേ ഇല്ല. സോ മോണ്ടിസോറി എന്ത് വിചാരിച്ചു, കുട്ടികൾ എന്തായാലും ടോയ്സ് സെലക്ട് ചെയ്യും എന്ന് വിചാരിച്ചു. ബട്ട് സർപ്രൈസിംഗ്ലി കുട്ടികൾ എന്താണ് സെലക്ട് ചെയ്തത്, അവർ ആ ടോയ്സ് സെലക്ട് ചെയ്തില്ല. ബട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് സെലക്ട് ചെയ്തു, അവരുടെ മെറ്റീരിയൽസ് ആണ് അവർ സെലക്ട് ചെയ്തത്. ഓക്കെ, ടു ഹർ സർപ്രൈസ് the children did not select any of the toy. ഈ ടോയ്സിൽ ഒന്നും എന്ത് ചെയ്തില്ല, സെലക്ട് ചെയ്തില്ല. They preferred to work with materials. ഈ ടോയ്സ് ഒന്നും അവർക്ക് വേണ്ട, അവർക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. അവരുടെ മെറ്റീരിയൽസിനോടാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത്. ഓക്കെ, ലവ് ഓഫ് വർക്ക്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. പ്രാക്ടീസിന് ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നു? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് റിവാർഡ് ഒക്കെ കൊടുത്തോ? ഇല്ല മിസ്സേ, കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാരും ഒരേപോലെയാണല്ലോ, നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുള്ളതാണ്. അപ്രീസിയേഷൻ ആയിട്ട് കൊടുത്തു മിസ്സേ, നന്നായിട്ടുണ്ട്, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, എന്റെ അഭിപ്രായത്തില് നമ്മൾ കുട്ടികൾക്ക് റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കണ്ട എന്നാണ് എന്റെ ഒരു പോളിസി. കുട്ടികൾക്ക് ഇപ്പോ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു ടോപ്പർ ആണെങ്കിൽ, ക്ലാസ് ടോപ്പർ, ചില സ്കൂളിലൊക്കെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. ക്ലാസ് ടോപ്പർ ആണെങ്കിൽ ആ ടൈമിൽ ടോപ്പർക്ക് ആ ബാഡ്ജ് ഉണ്ടല്ലോ, ടോപ്പറിന്റെ ബാഡ്ജ് ഇവിടെ പിൻ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. ടൈം ടോപ്പർ ആണെങ്കിൽ അത്ര നാളാണോ അവിടെ പോകുന്നത്, ആ ഒരു ടൈമിലേക്ക് അവന് പിൻ ചെയ്യാം. എന്നിട്ട് അടുത്ത ടോപ്പർ ആരാവണോ അവൻ തന്നെയാണെങ്കിൽ അവൻ തന്നെ. ചില കുട്ടികൾ ആ ഒരു വർഷം ഫുള്ളും ആ ഒരു ബാഡ്ജ് കുത്തിക്കൊണ്ട് വരും. അപ്പൊ അവിടെ ആ കുട്ടിക്ക് മോട്ടിവേഷൻ ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെയോ ഡിമോട്ടിവേഷൻ ആയിരിക്കും അല്ലെ. ഓ, ഞാൻ എത്ര പഠിച്ചിട്ടും ടോപ്പർ ആവാൻ പറ്റുന്നില്ല, എനിക്ക് ബാഡ്ജ് കിട്ടുന്നില്ല, സോ ഞാൻ എന്തിനാ പഠിക്കണേ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരും. സോ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കുട്ടികൾക്ക് റിവാർഡിന്റെ ആവശ്യമില്ല, പണിഷ്മെന്റ്. ചില സ്കൂളുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ പണിഷ്മെന്റിന്റെ ആവശ്യമില്ല കുട്ടികൾക്ക്. ഈ ഒരു ഏജിൽ പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്നാണ് നമ്മുടെ മോണ്ടിസോറി നിങ്ങളോട് പറയുന്നത് കേട്ടോ. പണിഷ്മെന്റ് വേണ്ട, റിവാർഡ് വേണ്ട. ഇതൊരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ വന്നതാണ്. ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ, മോണ്ടിസോറി ട്രെയിനിങ് കിട്ടാത്ത ഒരു ടീച്ചർ, ഒരു ആൺകുട്ടി നല്ല രീതിയിൽ ഗുഡ് ബിഹേവിയറിന് അവനൊരു മെഡൽ കൊടുത്തു. മെഡൽ അറിയാലോ, റിബണൊക്കെ വന്നിട്ട് നമ്മുടെ കഴുത്തിൽ വരുന്ന ഒരു മെഡൽ ഇല്ലേ, ആ ഒരു മെഡല് ആര് കൊടുത്തു? ഈ ബോയ്ക്ക് ടീച്ചർ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോണ്ടിസോറി നോക്കുമ്പോൾ എന്താണ്, ഈ കുട്ടി മെഡലൊക്കെ ഊരി കളഞ്ഞിട്ട് അവൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി, കുട്ടികൾക്ക് റിവാർഡിന്റെയോ പണിഷ്മെന്റിന്റെയോ ആവശ്യം ആർക്കില്ല, നമ്മളുടെ കുട്ടികൾക്ക് ഇല്ല എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ആരും റിവാർഡൊന്നും കൊടുക്കൂലല്ലോ, അപ്രിസിയേഷൻ കൊടുക്കാം, വെരി ഗുഡ് പറയാം, നമുക്ക് പറയാം കുറച്ചും കൂടി നന്നാക്കാം കേട്ടോ, നല്ല രീതിയിലാണ് കേട്ടോ, ഇപ്പൊ നന്നാവുന്നുണ്ട് കേട്ടോ, അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയേക്കാൾ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ നമുക്ക് എന്തോ എടുക്കുക സജഷൻസും കാര്യങ്ങളും കൊടുക്കാം. നോ റിവാർഡ് നോ പണിഷ്മെന്റ്. ഓക്കെ അല്ലേ? നിങ്ങൾ ആരും ഇനി റിവാർഡ് കൊടുക്കില്ല, പണിഷ്മെന്റും കൊടുക്കൂല. ഇനി ഈ നോ റിവാർഡ് ആൻഡ് പണിഷ്മെന്റില് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ റിവാർഡ് ഒരിക്കലും പ്രതീക്ഷിച്ച് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങള് ഈ ഒരു മോണ്ടിസോറി കോഴ്സ് എടുത്തപ്പോ ഫസ്റ്റ് ആവണം, ടോപ്പർ ആവണം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് വരണം, അങ്ങനെ ഒന്നും വിചാരിച്ച് കോഴ്സ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ആ ടൈം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാം. ഈ ഒരു ജേർണി നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 8 months അടുത്തില്ലേ, കറക്റ്റ് പറയുകയാണെങ്കിൽ 8 months ആവുന്നു. സോ 9, 10 2 മാസം കൂടി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. സോ ഈ ഒരു ജേർണി അവസാനിക്കുമ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയി മാറിയോ എന്നതാണ് നിങ്ങളുടെ റിവാർഡ്. അല്ലാതെ ടോപ്പർ ആകുക, ഫസ്റ്റ് ആവുക, ടൈം ടോപ്പർ അല്ലല്ലോ, ക്ലാസ് റണ്ണർ ഫസ്റ്റ് ആവുക, അങ്ങനത്തെ ഉള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ പഠിക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഓക്കെ, ആരും എനിക്ക് ഉറപ്പാണ് ഈ ഒരു ബാച്ചിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരില്ല, എന്തുകൊണ്ട് എന്നും ടോപ്പർ ആക്കിയില്ല എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരാനേ ചാൻസ് ഇല്ലാത്തൊരു ബാച്ചാണ്, എനിക്കറിയാം നിങ്ങൾ. അപ്പോ
നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത് ഈ ഒരു ജേർണി എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മൾ മെറ്റീരിയൽസ് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഇൻട്രസ്റ്റോട് കൂടിയല്ലേ ചെയ്യുന്നേ? അതെ മിസ്, അതെ. ഇഷ്ടപ്പെട്ട് ചെയ്യാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ റിസൾട്ട് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ടൈം എടുക്കും, ഒത്തിരി ടഫായിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക. എല്ലാം പ്രിപ്പയർ ആക്കുക, റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കുക, മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആക്കുക, അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കുക, സർവേ കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സർവേ ചെയ്ത് കറക്റ്റ് ആക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടൈമാണ്. ഈ ടൈം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നിൽക്കാണ് ടൈമിൽ വേഗം വേഗം വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഒന്നും റിവാർഡ് പ്രതീക്ഷിച്ചാവാൻ പാടില്ല, മാർക്ക് പ്രതീക്ഷിച്ചാവാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒപ്പമുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട ഹെൽപ്പും മ്യൂച്വൽ എന്താ പറയാ സപ്പോർട്ടും ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ റെക്കോർഡും കാര്യങ്ങളും ഫുൾ ആയിട്ട് കോപ്പി അടിക്കാൻ കാണിച്ചു കൊടുക്കണം എന്നല്ല, നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്തത് എന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണം, ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കണം എന്നല്ല മിസ് പറഞ്ഞത്. അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ. ഹെൽപ്പ് ചെയ്യാറുണ്ട് മിസ്സേ. അനുമോള്, ലുദിയ, ജയശ്രീ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ കയറാറില്ല, അപ്പൊ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് അനുമോളാ കൂടുതലും. ലുദിയ എല്ലാം പറഞ്ഞൊക്കെ തരാറുണ്ട്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് വാല്യൂസ്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾക്കും അതെ, നല്ല കുട്ടികളെ കിട്ടാറ് അതും ഒരു ഭാഗ്യമാണ്. അപ്പൊ ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങിട്ടോ. ആണോ? എവിടെയാ പോയത്? ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിലാണ്. ഇന്ന് ഞാൻ ലീവാണ്, എനിക്ക് വയ്യാത്തോണ്ട് പോയിട്ടില്ല. ഇന്ന് ചെറിയ പനി പിന്നെ ചെവി വേദന ഒക്കെ ആയിട്ട് ഇന്ന് ലീവാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റി മിസ്സേ. 3 ദിവസം പോയി, ഇന്ന് ലീവാണ്. ഓക്കെ, അപ്പോ നമ്മളൊന്നും റിവാർഡ് പ്രതീക്ഷിച്ചാവാൻ പാടില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതേപോലെ നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ നമ്മുടെ സ്മാർട്ട് സ്ട്രീയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊന്നും പറയില്ല കേട്ടോ. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ ചെയ്യുന്ന അതേ ജോബ്, ഞാൻ ചെയ്യുന്ന അതേ ഒരു ക്ലാസ്സിലെ ടീച്ചർ തന്നെ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചറിന് തന്നെ എന്ത് കൊടുത്തു? റിവാർഡ് കൊടുത്തു. റിവാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊമെന്റ് ഉണ്ടല്ലോ, മൊമെന്റ് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ ടീച്ചർമാർക്കും കൊടുത്തായിരിക്കും മൊമെന്റോ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ആണ് കൊടുത്തത്. അപ്പൊ മിസ്സിനെ നോക്കി. പക്ഷേ അല്ല, നമ്മൾ കോമൺലി വിചാരിക്കുന്ന ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. സോ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടായിരിക്കും മൊമെന്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോ എന്താണ് ആ സമയത്ത് ഞാൻ ചെറിയ കുഞ്ഞുകുട്ടിയായിരുന്നു, ഒരു 23 വയസ്സോ 23 ഇയേഴ്സ് എനിക്ക് ആ ടൈമിലുള്ളൂ കേട്ടോ. അത്ര മെച്ചുവേർഡ് ഒന്നല്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഞാൻ അത്ര എഫേർട്ട് എടുത്ത് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ മിസ് എങ്ങനെയാണോ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഈക്വലി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് ഇങ്ങനെ ആ ഒരു മൊമെന്റ് തരാഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ എനിക്ക് മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ആ ഒരു റിവാർഡ് വേണ്ട. നമ്മുടെ മെത്തേഡ് പറയുന്നത് എന്താണ്? നോൺ റിവാർഡ്. നമ്മൾക്ക് റിവാർഡിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, നമ്മളത് പെർഫെക്റ്റ് ആണ്, നമ്മൾ ഫുൾ ഹാപ്പിയാണ്. നമ്മൾ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഹാപ്പിയാണ്. നിങ്ങൾ ആരും എന്നെ പോലെ ഏതെങ്കിലും ഒരു അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. അങ്ങനെ വിഷമിക്കാൻ പാടില്ല. കാരണം ഞാൻ അന്ന് വിഷമിച്ചു. അന്ന് എനിക്ക് അത്രയും അങ്ങോട്ട് മെച്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് വിഷമിച്ചത്. ഇന്ന് എനിക്ക് കുഴപ്പമില്ല. ഇന്നിപ്പം എന്റെ കൊളീഗ്സിന് ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടുമ്പോൾ അതെനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും കൂടി കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല, അവർക്ക് കിട്ടിയില്ലേ എന്നുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അന്ന് എനിക്ക് വിഷമായിട്ടോ. അന്ന് ഞാൻ ഇത്രയും മെച്ചുവേർഡോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോ എനിക്കുണ്ടാവും ഞാൻ ആ മിസ്സിനെ പോലെ തന്നെ അത്രയും തന്നെ കുട്ടികളുടെ അടുത്തുനിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയാണ്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു അവാർഡ് കൊടുത്തത്. ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ ബെസ്റ്റ് ടീച്ചർ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. നമുക്കത് മതി അല്ലെ? നമുക്ക് എന്തിനാ അവാർഡും കാര്യങ്ങളും വെക്കാം? നമുക്ക് നമ്മുടെ കുട്ടികളുടെ എന്നുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ പോരെ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം. ഒന്നും
ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് എവിടെയായാലും അത്രയും മടങ്ങ് തിരിച്ച് നമുക്ക് കിട്ടും. പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ട്രാവലൊക്കെ ചെയ്ത് പോകുമ്പോൾ മിസ്സേ ഞാൻ ഇന്ന ബാച്ചിലുള്ള കുട്ടിയാണ്, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സന്തോഷം തന്നെ നമുക്ക് മതിയാവും. അത്രയും ഹാപ്പി ആയിരിക്കും. അതേപോലെ പ്രീ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നേഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് മിസ്സേ. എന്നെ പഠിപ്പിച്ച LKG UKG പഠിപ്പിച്ച മിസ്സിന്റെ പേര് വത്സല മിസ്. അന്നമ്മ ടീച്ചർ. ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ശ്യാമള ടീച്ചർ, എന്റെ ടീച്ചറിന്റെ പേര് ശ്യാമള ടീച്ചർ എന്നാ. എല്ലാവർക്കും ഏകദേശം ഓർമ്മയുണ്ട്. സോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ സെക്കൻഡ് മദർ ആയിട്ട് കാണുന്നത് നേഴ്സറിയിൽ ഫസ്റ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ടീച്ചറിനെ ആയിരിക്കും. പിന്നെയുള്ള ടീച്ചർമാരൊക്കെ ഓർമ്മയുണ്ടോ? PG യിലും ഡിഗ്രിയിലൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരെ ഇപ്പൊ മുഖം ചിലപ്പോൾ ഓർമ്മ വരും, പക്ഷെ പേര് ഓർമ്മ വരുന്നുണ്ടോ? ചില മിസ്സുമാരുടെ പേര് മാത്രം. അതായത് എല്ലാവരുടെയും ഓർമ്മയുണ്ടാവില്ല. എല്ലാവരുടെയും ഓർമ്മ കിട്ടത്തില്ല മിസ്സേ. ക്ലാസ് മിസ്സിന്റെ ഓർമ്മയുണ്ട്, ഹൈസ്കൂളിലെ ക്ലാസ് മിസ്സിന്റെ ഓർമ്മയുണ്ട്, ഫസ്റ്റ് 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു മിസ്സിന്റെ പേര് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ പ്രീ സ്കൂൾ ടീച്ചറിന്റെ പേര് മറന്നിട്ടില്ല അല്ലെ? ഒരു കുട്ടിയുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചറാണ് പ്രീ സ്കൂൾ ടീച്ചർ. അത് ഇപ്പോഴും വെച്ച് എവിടെ വെച്ച് കണ്ടാലും ആ മിസ്സിനെ എനിക്ക് അറിയാവുന്നുള്ളതാണ് മിസ്സേ. ഈ ഇടയ്ക്ക് ഞാൻ ആ മിസ്സിനെ കണ്ടു, വത്സല മിസ്സിനെ. അത് സത്യമാണ് മിസ് പറയുന്നത്. നമുക്കൊരു അമ്മയോടുള്ള ഒരു സ്നേഹമാണ് മിസ്സിനെ കാണുമ്പോൾ. ഞാൻ ഇവിടെ അടുത്ത് ഹോളി ഫാമിലി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത് 7th സ്റ്റാൻഡേർഡ് വരെ. അപ്പോ എനിക്ക് മിസ്സിന്റെ ഹസ്ബൻഡ് അവിടുത്തെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറുമായിരുന്നു. അപ്പോ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ മിസ്സിനെ ഞാൻ അങ്ങോട്ട് ചെന്ന് മീറ്റ് ചെയ്തു. എനിക്ക് എപ്പോ കണ്ടാലും മിസ്സിനെ അറിയാൻ പറ്റും. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് മിസ്സിന്റെ അടുത്ത്. നമ്മുടെ മനസ്സിൽ അവരിങ്ങനെ മുഖം ഇങ്ങനെ ഉറച്ചിരിക്കും. അപ്പൊ നമ്മൾ ഭാഗ്യം ചെയ്തവരെ, കാരണം നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആർക്കുണ്ട്? നിങ്ങൾ ഓരോ പ്രീ സ്കൂൾ ടീച്ചേഴ്സിനും ഉണ്ട്. സോ നമുക്ക് അവരിൽ നിന്നുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ മതി. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ മതി. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. പണിഷ്മെന്റിന്റെ ആവശ്യമില്ല, റിവാർഡിന്റെ ആവശ്യമില്ല. ടീച്ചർമാരായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെ നമ്മുടെ മനസ്സിൽ വേണം. നോ നീഡ് ഫോർ റിവാർഡ്. എന്നെ ആരും പ്രശംസിക്കണം എന്നോ ഒന്നുമില്ല. എനിക്ക് റിവാർഡിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ വർക്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അതിൽ ഞാൻ തൃപ്തരാണ്. എനിക്ക് എന്റെ കുട്ടികളുടെ നിന്നുള്ള സ്നേഹവും ഇഷ്ടവും മാത്രം മതി. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. സോ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് പറഞ്ഞു. ഇത് ഞാൻ റീഡ് ചെയ്തോ? നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് റീഡ് ചെയ്തിട്ടില്ലല്ലോ? ഓക്കെ. A boy was rewarded with a medal by an untrained teacher for good behavior. കുട്ടിയുടെ ഗുഡ് ബിഹേവിയറിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ, അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ഒരു മെഡൽ കൊടുത്തു. Few moments later, Montessori observed the boy take off his medal. അവൻ ആ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ മെഡൽ ടേക്ക് ഓഫ് ചെയ്തിട്ട് this Montessori realized that children show no need for reward and punishment. നമ്മുടെ കുട്ടികൾക്ക് റിവാർഡോ പണിഷ്മെന്റോ ഇല്ല. Which intervene with the child's choice of activity. അപ്പോ റിവാർഡും പണിഷ്മെന്റും ഒന്നുമില്ല. കുട്ടിയുടെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, ഫ്രീഡം ഓഫ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അവൻ ആ ഫ്രീഡം കിട്ടിയാൽ മതി. അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മതി. നമ്മള് പണിഷ്മെന്റ് അല്ലെങ്കിൽ അവനെ വാൺ ചെയ്യേണ്ടതായിട്ടോ ഒന്നുമില്ല. ഇപ്പൊ ഒരു കുട്ടി വർക്ക് ചെയ്തു എന്ന് വിചാരിക്കേ, അവനത് തെറ്റിപ്പോയി. ഓക്കെ, തെറ്റിപ്പോയി, നോർമലി ആണ്. നമ്മളെല്ലാവരും ആദ്യം ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവില്ലേ? ഞാൻ ആദ്യമായിട്ട് മോണ്ടിസോറി ഓൺലൈൻ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ഉണ്ടാവും. ഫസ്റ്റ് ഡേ പോയിട്ട് ഒറ്റ ചാപ്റ്റർ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അത് നല്ല ടെൻഷൻ ആയിരുന്നു. എങ്ങനെ എടുക്കണം എന്നറിയില്ല ഓൺലൈൻ ആയിട്ട്. അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് വരിയിട്ടുണ്ട്, എനിക്ക് മിസ്റ്റേക്ക് വരിയിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കും ആദ്യമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പൊ നമ്മൾ അവരെ വഴക്ക് പറയല്ല വേണ്ടത്, നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ഡേ പോയിട്ട് ക്ലാസ് എടുത്തു, ഒറ്റ ദിവസം ഒരു ചാപ്റ്റർ എടുത്തു എന്ന് പറഞ്ഞില്ലേ. അന്ന് വൈകുന്നേരം ജയദേവ് സാറിന് അറിയാലോ എല്ലാവർക്കും. ഓക്കെ, ജയദേവ് സാറ് എന്നെ വിളിച്ചിരിക്കുകയാണ്. ജയദേവ് സാറ് പറഞ്ഞു, മിസ്സേ ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായി, മിസ്സേ കുറച്ച് സ്പീഡ് ഒന്ന് കുറയ്ക്കാവോ? കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു. അത് തമാശ രീതിയിൽ പറഞ്ഞാൽ മതി, പറയുകയും ചെയ്തു. നമ്മൾ വഴക്ക് പറയല്ല കേട്ടോ. ഒരു ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ CEO എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കില്ലേ. പക്ഷെ നമ്മൾ ജയദേവ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നല്ല സപ്പോർട്ടാണ്. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് സാറ്
ഫ്രണ്ടിലുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയാണ്, സ്ലോ ആയിട്ടൊക്കെ എടുക്കണം. നമ്മുടെ കുട്ടികൾ ഈ ഒരു ലെവലിലുള്ള കുട്ടികളാണ്, നമ്മളെ അധികം ഇംഗ്ലീഷ് പാടില്ല, ഓരോ കുറച്ച് അവർക്ക് കോമൺ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ നോക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ സാറ് തന്നതിന് ശേഷമാണ് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മള് ഇപ്പൊ എന്താണ്, കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. ഒരു വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വാണിങ്ങോ പണിഷ്മെന്റിന്റോ ആവശ്യം ആർക്കില്ല, കുട്ടികൾക്ക് ഇല്ല. ഓക്കെ, ഇനി കുട്ടികൾ ഗൈഡ് ചെയ്യാം, തെറ്റിപ്പോയോ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒരുമിച്ച് ചെയ്താലോ, ഒന്നും കൂടി ചെയ്ത് നോക്കിയാലോ, ടീച്ചറും കൂടെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ, പണിഷ്മെന്റിന്റെ ആവശ്യമില്ല, അവർ സപ്പോർട്ട് ചെയ്യാം. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, ലവ് ഓഫ് വർക്കും നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു സെമിനാർ തരാൻ കേട്ടോ. 1 മിനിറ്റ്, ഞാൻ പെൻ എടുത്തത് ഒരു സെമിനാർ ആണ്. ഓക്കെ, നമുക്ക് സെമിനാർ നോക്കിയാലോ. ടോപ്പിക് ഞാൻ പറയാം, മരിയ മോണ്ടിസോറി, ഡോക്ടർ മരിയ മോണ്ടിസോറി. ഞാൻ എപ്പോഴോ നിങ്ങൾ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാൻ പോയിട്ട് വേണ്ട, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പറഞ്ഞു തോന്നിട്ടോ. ഇതാണ് നമ്മളുടെ ടോപ്പിക്. നെക്സ്റ്റ് ക്ലാസ് മേ ബി ഫ്രൈഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു സെമിനാർ എടുക്കാനായിട്ട് അവസരം കിട്ടുന്നത്. ഓക്കെ, ആരൊക്കെ ടോപ്പിക് എടുക്കും, എത്ര പേർക്ക് വേണമെങ്കിലും ഈ ടോപ്പിക് ഹാൻഡിൽ ചെയ്യാം. ഡോക്ടർ മരിയ മോണ്ടിസോറി ആദ്യം ക്ലാസ് എടുത്തില്ലേ, എങ്ങനെയാണ് മോണ്ടിസോറി ഒരു മെത്തേഡിലേക്ക് വന്നത്, ആരായിരുന്നു മോണ്ടിസോറി, എങ്ങനെയായിരുന്നു മോണ്ടിസോറി, അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾക്കും കൂടി ഒരു അറിവാണ്, കാരണം മോണ്ടിസോറിനോട് കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ സെമിനാറിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. മോണ്ടിസോറിയുടെ ജേർണി, അതേപോലെ കാസ ദി ബാബിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണങ്ങള്, അത് കഴിഞ്ഞ് മോണ്ടിസോറിയുടെ ഡെത്ത് വരെയുള്ള സിറ്റുവേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. ബയോഗ്രഫി എന്നൊക്കെ പറയാറില്ല, അതേപോലെ കേട്ടോ, ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു സെമിനാർ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ. കണ്ടന്റ് മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, ആരൊക്കെയാണ് എടുക്കുന്നത്? ഞാൻ എടുക്കാം മിസ്സേ. ഗോപിക, ഞാൻ എടുക്കാം മിസ്സേ. അനുമോള്. മിസ്സേ, ഞാൻ ഇന്റേൺഷിപ്പിന് പോണ കാരണം എടുക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും സെമിനാർ വരാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. വേറെ ആരെടുക്കുന്നേ? ആരും പറയണില്ലല്ലോ. പിൻസി, ഞാൻ എടുക്കാം മിസ്സേ. ഐശ്വര്യ, പിന്നെ സാധാരണ മുട്ടിട്ട് എണ്ണിലൊക്കെ 10 പേരെ കണ്ടെടുത്തിട്ടുണ്ട്. ഇത്രയും പിള്ളേർ എടുത്തിട്ടുണ്ട്. നല്ല ടോപ്പിക്കാ, അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എടുക്കാനായിട്ട്. ഓരോരുത്തരും എടുക്കുന്ന രീതി. ഓക്കെ, ജസ്റ്റീന.
അപ്പോ നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഈ ഒരു ഡിസ്കവറി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ സെമിനാറിലേക്ക് മൂവ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പോർഷൻ തീരാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടിരിക്കാനും കൂടുതൽ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, പിന്നെ കൂടുതൽ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ ഒരാളെ കുറിച്ച് അറിയാന്ന് പറയുമ്പോൾ ആ ഒരു ജേണിയിലേക്ക് ഇറങ്ങി ചെല്ലുക അർത്ഥം. അപ്പോൾ നിങ്ങൾക്കും മരിയ മൻസൂറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട്, ഡോക്ടർ മരിയ മൻസൂറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ സാധിക്കട്ടെ. കൂടുതൽ കളക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാം. നമ്മളത് പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുകയും കൂടി, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അത് എത്തിക്കുകയാണ് നിങ്ങളുടെ ഡ്യൂട്ടി കേട്ടോ. മിക്സ് ചെയ്ത സെമിനാർ ബുക്കിലാണോ എഴുതേണ്ടത്? സെമിനാർ ബുക്കിൽ എഴുതിയാൽ മതിയടാ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇന്ന് ക്ലാസ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞോ? ട്രെയിനിങ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ട് എക്സിബിഷൻ സ്കൂളിൽ കുട്ടി FNGSSലെ എക്സിബിഷൻ നടക്കുവാണ്. അപ്പൊ മോൾക്ക് എന്തോ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ചേച്ചി പോയേക്കുവാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്റേൺഷിപ്പിന് പോയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ, അതാണ്. കഴിഞ്ഞു എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇത് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കണം അല്ലേ പ്രിപ്പയർ ചെയ്യേണ്ടത്? അത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ പറയാം. നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മരിയ മോണ്ടിസോറിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ലാംഗ്വേജ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രസന്റ് ചെയ്യാം. മിസ് ഇതെല്ലാവരും സെമിനാർ ബുക്കിൽ എഴുതണോ? എല്ലാവർക്കും സെമിനാർ ബുക്കിൽ എഴുതണം. സെമിനാർ എടുക്കുന്നവർ മാത്രം സെമിനാർ ബുക്കിൽ എഴുതിയാൽ മതി. നമ്മൾ ലെക്ചർ നോട്ട് ആക്കിയാൽ മതി. ബാക്കിയുള്ള കുട്ടികൾ മരിയ മോണ്ടിസോറിനെ കുറിച്ച് ചാപ്റ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെക്ചർ നോട്ടിലോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ. ഫിസിക്സ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ലെക്ചർ നോട്ട് എഴുതാറില്ലേ, അതേപോലെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ടിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് സെമിനാർ എടുക്കുകയാണെങ്കിൽ ഞാനൊരു ഹാഫ് അവർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ഒക്കെ എടുക്കാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മിസ്സേ. Today it was a very helpful class. Thank you for Avarna Miss for the wonderful section. And I am sign out for the section. Have a nice day. Thank you, Miss. Thank you all. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, Miss.